ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിതാ മോണുമെൻറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന ഹിൽസിന് മുകളിൽ കാണുന്ന അതാണ് നമുക്ക് പോകേണ്ട ക്രോണിക്കിൾ ഓഫ് ജോർജിയ എന്ന മോണുമെൻറ്റ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, അത്യാവശ്യം ടൂറിസ്റ്റൊക്കെ ഉണ്ട് അവിടെ. കണ്ടോ, വണ്ടികളൊക്കെ ഇഷ്ടം പോലെ അപ്പുറവും ഇപ്പുറവും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 5:30 ആയിട്ടുണ്ട്. എന്നിട്ടും അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ക്രോണിക്കിൾ ഓഫ് ജോർജിയ. ഇത് ആക്ച്വലി നമ്മൾ കാണും പോലെ നല്ല അത്യാവശ്യം നല്ല ഹെവിയാണ്, അന്യായ വലിപ്പം. ഇതിൻ്റെ ഒരു ഹൈറ്റ് ഏകദേശം ഒരു 30-35 മീറ്റേഴ്സ് വരും. ഇത് ഒരു 16 പില്ലേഴ്സാണ് ഇത് നിൽക്കുന്നത്. ഇത് ബ്രോൺസിലാണ് സ്കൾപ്ചർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് താഴ്ഭാഗത്ത് വരുന്നത് ക്രൈസ്റ്റിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. ജോർജിയയിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്ന സെൻറ്റ് നീനോയുടെ ആദരസൂചകമായി നിർമ്മിച്ച ഒരു ചാപ്പലാണിത്. അത് ഈ ക്രോണിക്കിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. മോണുമെൻ്റ് ഇത്രയും ഹൈറ്റ് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വരുന്ന വഴിക്ക് ഇത് കാണാൻ പറ്റും. ഇത് ടിബിലിസി സീ ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. വൺ സൈഡ് ഫുള്ള് ടിബിലിസി സീ ആണ് ആ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ വിഷ്വൽസ് ഷൂട്ട് ചെയ്തിരിക്കുന്ന മോണുമെൻറ്റിൽ നിന്നാണ്. കാര്യം മോണുമെൻറ്റിൻ്റെ ഒരു സൈഡിൽ ഈ ടിബിലിസി സീ ആണ് വരുന്നത്. കണ്ടോ, മോണുമെൻറ്റും ചാപ്പലുമാണ് ആ കാണുന്നത്. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതിലും ബ്യൂട്ടിഫുള്ളാണ്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതാ നോക്കൂ, നല്ല സൂപ്പർ വ്യൂ. ഏകദേശം സിറ്റിയുടെ ഒരു ഭാഗം ഫുൾ ഇതിൽ കവറാവുന്നുണ്ട്. അപ്പോൾ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ബൈ.